ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം എഫക്റ്റ്, അതുപോലെ തന്നെ ഇൻകം കൺസംഷൻ കർവ്. ഇൻകം എഫക്റ്റ് ആൻഡ് ഇൻകം കൺസംഷൻ കർവിനെ കുറിച്ചാണ്. And what is income effect? The effect of change in consumer's income on his total satisfaction or demand of two commodities is known as income effect. കൺസ്യൂമേഴ്സിന്റെ ഇൻകത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച് അതെങ്ങനെ കൺസ്യൂമേഴ്സിന്റെ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഡിമാൻഡ് ഓഫ് ടു കമ്മോഡിറ്റീസ്, രണ്ട് കമ്മോഡിറ്റീസ് പർച്ചേസ് ചെയ്യാനുള്ള ഡിമാൻഡിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു? പ്രൈസസ് ആൻഡ് അതർ ഫാക്ടേഴ്സ് റിമൈനിങ് കോൺസ്റ്റന്റ്. പ്രൈസസും അതുപോലെ മറ്റുള്ള ഫാക്ടേഴ്സ് ഒക്കെ കോൺസ്റ്റന്റ് ആയി നിലനിർത്തിക്കൊണ്ട് ഇൻകത്തിൽ മാത്രം ഒരു ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ അത് എങ്ങനെ കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡിനെ അല്ലെങ്കിൽ ടോട്ടൽ സാറ്റിസ്ഫാക്ഷനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു? അതാണ് ഇൻകം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. The effect of change in consumer's income on his total satisfaction or demand of two commodities, prices and other factors remaining constant is known as income effect. In short, the effect of a change in income on quantity demanded and on consumers' equilibrium is called income effect. ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് അതെങ്ങനെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നതിന് അതേപോലെ തന്നെ കൺസ്യൂമേഴ്സിന്റെ ഇക്വിലിബ്രിയത്തെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു? അതാണ് ഇൻകം എഫക്റ്റ് പറയുന്നത്. നമുക്ക് അത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമുക്ക് നോക്കാം. ഇൻകം എഫക്റ്റ് അതുപോലെ തന്നെ ഇൻകം കൺസംഷൻ കർവ്. നമുക്ക് അറിയാം, കൺസ്യൂമേഴ്സിന്റെ ഇൻകം കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് എന്താ പറയുക, ബഡ്ജറ്റ് ലൈനിലും മാറ്റം അല്ലെങ്കിൽ ഇൻകം ലൈനിലും മാറ്റം വരാം. അപ്പൊ നമ്മൾ ഇൻകം കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും? ബഡ്ജറ്റ് ലൈൻ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? അപ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇൻകം കുറയുകയാണെങ്കിൽ ഡൗൺവേർഡ് ഷിഫ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിനുള്ള അസംഷൻ എന്താ വെച്ചാൽ പ്രൈസ് എന്തായിരിക്കണം? remaining the same. Prices of two commodities remaining the same. ആ ഒരു കണ്ടീഷൻ അവിടെ എന്താണ്? സാറ്റിസ്ഫൈഡ് ആണെങ്കിലാണ് ബാക്കിയുള്ള ഇൻകത്തിന്റെ എഫക്ട് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കുക, ഒരു ഗ്രാഫ് നോക്കാം. നമ്മൾ ഇവിടെ എക്സ് ആക്സിസിൽ കമ്മോഡിറ്റി എക്സ് കാണിച്ചു, വൈ ആക്സിസിൽ കമ്മോഡിറ്റി വൈ. അതുപോലെ തന്നെ ഇൻകം, കൺസ്യൂമേഴ്സിന്റെ ഇൻകം ബഡ്ജറ്റ് ലൈൻ കാണാം. ഇവിടെ എ ബി എന്ന് പറഞ്ഞ ഒരു ബഡ്ജറ്റ് ലൈൻ ആണ് എ ബി. അപ്പോൾ 1000 ആണ് അയാളുടെ ഇൻകം എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് എ ബി ആണ് അയാളുടെ ബഡ്ജറ്റ് ലൈൻ. ദെൻ ഇവിടെ ഒരു ഇൻഡിഫറൻസ് കർവ് കാണാം, IC1 എ ബി എന്നുള്ള ബഡ്ജറ്റ് ലൈനിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, ടാൻജന്റ് ആവുന്ന ആ ഒരു പോയിന്റ് ഉണ്ട്, ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റ്, അതാണ് ഇക്വിലിബ്രിയം പോയിന്റ്. നമുക്കറിയാം ബഡ്ജറ്റ് ലൈനും അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവും ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റ്, അതാണ് ഇക്വിലിബ്രിയം പോയിന്റ്. അതാണ് ഇ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വാങ്ങിക്കുന്നത് ഒ ക്യു ക്വാണ്ടിറ്റി ഓഫ് ക്യു എക്സ്, ഒ വൈ ക്വാണ്ടിറ്റി ഓഫ് വൈ. അപ്പൊ നമ്മളിവിടെ ക്വാണ്ടിറ്റി ഇവിടെ ഇത്രയും പർച്ചേസ് ചെയ്യുന്നു, ഈ ഒരു ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യുന്നു ക്യു ക്വാണ്ടിറ്റി ഓഫ് എക്സ് ആൻഡ് ഒ വൈ ക്വാണ്ടിറ്റി ഓഫ് വൈ. അപ്പോൾ ഈ ഒരു പോയിന്റിലാണ് നമുക്ക് ഇക്വിലിബ്രിയം പോയിന്റ്, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. അപ്പൊ നമ്മുടെ ഈ ഒരു പോയിന്റിന് നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നു. ദെൻ നമ്മൾ ഇൻകം ചേഞ്ച് ചെയ്ത് വിചാരിക്കുക, ഇൻകം ചേഞ്ച് ഫ്രം 1000 to 1500 ആയിട്ട് മാറി. ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ. 1500 ആവും ബഡ്ജറ്റ് ലൈൻ. അവിടെ നമുക്കൊരു ഇൻഡിഫറൻസ് കർവ് കാണാം, ഇൻഡിഫറൻസ് കർവ് IC2. അവിടെ നമ്മൾ ഇവിടെ ഇന്റർസെക്ട്, ഇവിടെ ടാൻജന്റ് ആയിട്ടുള്ള ആ ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ, IC2 ഇൻഡിഫറൻസ് കർവ് 2 രണ്ടാമത്തെ കർവും, അതുപോലെ തന്നെ ബഡ്ജറ്റ് ലൈൻ A1 B1, അത് രണ്ടും
കോണ്ടാക്ട് ചെയ്യുന്ന ആ പോയിന്റ് നമ്മൾ E2 എന്ന് കൊടുത്തു. അതാണ് ഇക്വിലിബ്രിയം പോയിന്റ്. ഓക്കെ, നമ്മുടെ ഇൻകം പിന്നെയും കൂടി 2000 ആയി. അപ്പൊ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ A2 B2, അവിടെ ഒരു ഇൻഡിഫറൻസ് കർവ്, ആ ഇൻഡിഫറൻസ് കർവ് ടാൻജന്റ് ആവണ ആ ഒരു പോയിന്റ് E3 ഇക്വിലിബ്രിയം പോയിന്റ് കാണിച്ചിട്ടുണ്ട് നമ്മൾ. ഇത്രയാണ് നമ്മുടെ പോയിന്റ്. 1000 ആണ് നമ്മുടെ ബഡ്ജറ്റ്, നമ്മുടെ ഇൻകം എങ്കിൽ ഇതായിരുന്നു ഇക്വിലിബ്രിയം പോയിന്റ്. 1500 ആകുമ്പോൾ E2 ആയി, 2000 ആകുമ്പോൾ E3 ആയി. ഇതാണ് ഇക്വിലിബ്രിയം പോയിന്റ്. നമുക്കറിയാം ഇവിടെയുള്ള ഇക്വിലിബ്രിയം പോയിന്റ്സിലും നമുക്ക് ഫസ്റ്റ് 1000 ബഡ്ജറ്റ് ആയപ്പോൾ ഇൻകം ആയപ്പോൾ ഈ ആയിരുന്നു നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ്. ദെൻ നമ്മുടെ ഇൻകം കൂടി, നമ്മുടെ കൺസംഷനും കൂടി, അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ്, ഈ ഒരു ഡിഫറൻസ് ഉണ്ടാവും. ഇവിടെ സാറ്റിസ്ഫാക്ഷൻ കുറവായിരുന്നു, ഇതിൽ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ E2 ആയി മാറി. ദെൻ ഇൻകം പിന്നെയും കൂടിയപ്പോൾ ഇക്വിലിബ്രിയം പോയിന്റ് കൂടി, സാറ്റിസ്ഫാക്ഷനും കൂടി. ഈ ഒരു പോയിന്റാണ് E3. അപ്പോൾ ഇതൊന്നിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നിച്ച് ഒരു ലൈൻ വരക്കുകയാണെങ്കിൽ എല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ലൈൻ കിട്ടും അല്ലേ. ഇതിനാണ് നമ്മൾ ഇൻകം കൺസംഷൻ കർവ് എന്ന് പറയുന്നത്. ഈ ഒരു ലൈനാണ് ഇൻകം കൺസംഷൻ കർവ്. The curve that indicates the nature of change in income and the direction of change in quantity of commodities purchased demanded is known as income consumption curve. ഇവിടെ എന്താ കണ്ടത്, nature of change in income and the direction of change in quantity of commodities. ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റീസിന്റെ ഡയറക്ഷൻ ഓഫ് ചേഞ്ച്, ആ ഒരു ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റം എത്രത്തോളം എങ്ങനെയാണെന്ന് കാണിക്കുന്നതാണ് ഇൻകം കൺസംഷൻ കർവ്. The locus of successive equilibrium points at various levels of consumers' income is called the income consumption curve. The ICC shows the relationship between income and consumption. Income അതുപോലെ തന്നെ കൺസംഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഇൻകം കൺസംഷൻ കർവ് കാണിക്കുന്നത്. That is, it shows the effect of change in income on consumption. It also called income effect, income offer curve or income expansion path. നമ്മൾ ഇൻകം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻകത്തിൽ ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിന്റെ കൺസംഷനിൽ, കൺസ്യൂമേഴ്സ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നതിലുണ്ടാകുന്ന മാറ്റം, അതർ ഫാക്ടേഴ്സ് റിമൈനിങ് കോൺസ്റ്റന്റ്, ഇപ്പൊ പ്രൈസും മറ്റുള്ള ഫാക്ടേഴ്സും ഒക്കെ കോൺസ്റ്റന്റ് ആയി നിലനിർത്തുന്നത് ഇൻകത്തിലുണ്ടാകുന്ന മാറ്റം എങ്ങനെ കൺസംഷനെ ബാധിക്കുന്നു. നമുക്കറിയാം ഇൻകം ഇവിടെ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു, കൺസംഷൻ കൂടുന്നു, സാറ്റിസ്ഫാക്ഷൻ കൂടുന്നു. ഓക്കെ, അതാണ് ഇൻകം കൺസംഷൻ കർവ് കാണിക്കുന്നത്. ഓക്കെ, താങ്ക് യു.